ഈ സുരേഷ് ഗോപി ആദിവാസി മേഖലയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുകൂടി നമുക്കറിയണമല്ലോ. അപ്പോൾ സുരേഷ് ഗോപിയെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പേരിൽ ആൾക്കാർ കല്ലെറിയുമ്പോൾ സുരേഷ് ഗോപി ആദിവാസി മേഖലയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു റിസർച്ച് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഇന്ന് രാവിലെ നോക്കാൻ നേരത്ത് വിനായകൻ വന്നിട്ട് സുരേഷ് ഗോപിയൊക്കെ വിമർശിക്കുന്നുണ്ട്. വിനായകൻ്റെ വിമർശനം ഇങ്ങനെയാണ്, അതിനെപ്പറ്റി 2 ഡയലോഗ് പറയാനായിട്ടുണ്ട്. അധമ കുലജാതരെ ഉന്നത കുലജാതി പദവിയിലെത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം. ഈ അധമ കുലജാതൻ അങ്ങയുടെ പിന്നിൽ തന്നെ ഉണ്ടാകും. ജയ് ഹിന്ദ് എന്നുള്ള രീതിയിൽ വിനായകൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നേരത്ത് ആവശ്യമില്ലാത്തവരുടെ ഫാമിലി കയറിയിട്ട് അവരുടെ ഫോട്ടോ എടുത്ത് യൂസ് ചെയ്യരുത്. ഇതിനകത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തെ മുഴുവൻ ഇവിടേക്ക് വലിച്ചഴിച്ചിടുകയാണ് വിനായകൻ. എന്തിൻ്റെ ബോധമില്ലായ്മയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തൊട്ടടുത്ത് ഈ അടുത്ത സമയത്ത് വിനായകൻ തന്നെ ഒരു നഗ്നതാ പ്രദർശനം കേരളത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. വിനായകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ പിന്നെ വിനായകനിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നതാണ് കോമഡി എന്ന് പറയുന്നത്. വിനായകൻ കുറച്ച് ദിവസം മുമ്പ് പബ്ലിക്കായിട്ട് വന്നിട്ട് വിവരക്കേട് വിളിച്ച് പറയുന്നു, നഗ്നതാ പ്രദർശനം കാണിക്കുന്നു. കുറച്ചും കൂടെ വിനായകൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുമൊക്കെ കാണിച്ച ഒരാളാണ് വിനായകൻ. ഇതിനു മുമ്പ് ഒരു എയർപോർട്ടിൽ പോയി അലമ്പുണ്ടാക്കുന്നുണ്ട്, പബ്ലിക്കായിട്ട് സ്ഥലത്ത് നിന്നാണ് അലമ്പുണ്ടാക്കുന്ന, ഒരു കടയുടെ മുമ്പിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്നുണ്ട്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി അലമ്പുണ്ടാക്കുന്നത്. ഇപ്പോഴേ ഈ സംഭവങ്ങളെല്ലാം നടക്കാൻ നേരത്ത് നമ്മുടെ കേരളത്തിലുള്ള ചില ആൾക്കാർ വിനായകനെ കയറി സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? വിനായകൻ്റെ നിറമാണോ, വിനായകൻ്റെ ജാതിയാണോ നിങ്ങളുടെ പ്രശ്നമെന്നാണ്. എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക പ്രിവിലേജ് നാട്ടിൽ കിട്ടുന്ന ഒരു വ്യക്തിയാണ് വിനായകൻ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിനായകൻ എന്ത് കാണിച്ചാലും, മുണ്ടുമൊക്കെ കാണിച്ചാൽ പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വിനായകൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു നാട്ടിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തായാലും വിനായകൻ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റിനകത്ത് വിനായകൻ്റെ നിലവാരം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുണ്ടുമൊക്കെ കാണിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ ഫാമിലിയാണ് ഇതിനകത്തിട്ട് വലിച്ചഴിച്ചിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ഡീറ്റെയിൽ ഞാനിവിടെ വായിച്ചുവിടാം. ആദ്യം എനിക്ക് സുരേഷ് ഗോപിയെ പറ്റി പറയാനുള്ളത് വെച്ചാൽ പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ ഉള്ള അഭിപ്രായം എനിക്കുണ്ട്. ആൾക്കാർക്കിടയിൽ നല്ല രീതിയിൽ സ്വാധീനമുള്ള ഒരാളാണ്, സഹായം ചെയ്യുന്ന ഒരാളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലയിലും ഈ സുരേഷ് ഗോപി, നമ്മളിപ്പം വിമർശിക്കുന്ന സുരേഷ് ഗോപി ആദിവാസി മേഖലയിലും നമ്മുടെ നാട്ടിലേക്ക് നിരവധി MP-മാരൊക്കെ ഉണ്ട്. ഇവരാരും ചെയ്യാത്ത പല കാര്യങ്ങളും സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഡബിൾ മീനിങ് ഉള്ള ഭാഷയാണ്. ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ പോളിഷ് ചെയ്യേണ്ട ഭാഷയാണ്. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി ഒരു പൊളിറ്റീഷ്യനാണ്, ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഉപയോഗിക്കുന്ന ഭാഷ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഉന്നത കുലജാതൻ എന്നൊക്കെ പറയാൻ നേരത്ത് ആൾക്കാർക്കിടയിൽ അസ്വസ്ഥതയുണ്ടാകും എന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കുക. അപ്പം മുന്നോക്ക വിഭാഗം, പിന്നോക്ക വിഭാഗം എന്നുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് പറയുന്ന പോലെ പറയാവുന്ന കാര്യമുള്ളായിരുന്നു. എന്തായാലും ബഡ്ജറ്റ് പ്രഖ്യാപനിക്കുന്നതിന് പിന്നാലെ കേരളത്തിലെ പരിഹസിച്ചും ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ ഭരിച്ചാലേ പുരോഗമനം ഉണ്ടാകൂ എന്ന അഭിപ്രായ പ്രകടനവുമായി നടനും കേന്ദ്രമന്ത്രി സഹമന്ത്രിയായ സുരേഷ് ഗോപി ഗോത്ര വകുപ്പ് ബ്രാഹ്മണർ ഭരിക്കട്ടെ എന്നും ഉന്നത കുലജാതർ ആദിവാസി വകുപ്പിൻ്റെ ചുമതലയിൽ വന്നാൽ ആദിവാസി മേഖലയിൽ പുരോഗതി ഉണ്ടാകുമെന്നും ഗോത്രവിഭാഗങ്ങളുടെ കാര്യം ബ്രാഹ്മണനോ നായിഡുവോ നോക്കണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ഡൽഹി മായൂർ വിഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇത് ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. അല്പം ലോങ് വീഡിയോ ആയിരിക്കും, പറഞ്ഞു പോകാൻ വേണ്ടി ഒരു സമയം വേണം. തെരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കുകയാണ്. ആദിവാസി വകുപ്പ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അത് പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിച്ചിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ സുരേഷ് ഗോപിക്ക് ഈ ആദിവാസി മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളതാണ്. അപ്പോൾ വിദ്വേഷമല്ല, അല്ലെങ്കിൽ വെറുപ്പല്ല. ഇവിടെ മീഡിയക്കാർ വെറുതെ ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് വെറുപ്പാണ് ആദിവാസി മേഖലയിലോട് അല്ലെങ്കിൽ പിന്നോക്കക്കാരോട് എന്നൊക്കെ രീതിയിൽ ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ വകുപ്പ് തന്നെ സുരേഷ് ഗോപി ചോദിച്ചാണ്. ഈ സുരേഷ് ഗോപിക്ക് ഈ വകുപ്പ് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്, വേണമെന്നുണ്ടെങ്കിൽ നല്ല വേറെ വകുപ്പൊക്കെ ചോദിക്കാം അല്ലേ? ചോദിച്ചുകൂടെ? നമ്മുടെ നാട്ടിൽ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ വകുപ്പ് കൊടുക്കുന്നത്, പട്ടികജാതി വകുപ്പ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ എന്താ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഇല്ലേ? എന്താ പ്രത്യേക ഒരു ഇപ്പം നമ്മളിവിടെ ഈ ചില നിയമങ്ങളുണ്ട്, എഴുതപ്പെടാത്ത നിയമങ്ങൾ എന്ന് പറയും. ഇതുപോലെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ മാത്രം ചെയ്യേണ്ട ഒരു വകുപ്പാണ് ഇതെന്ന് പറഞ്ഞു. അത് മാറി ചിന്തിക്കേണ്ടതല്ലേ? അത് മാറി ചിന്തിക്കുക. അവർക്ക് നമ്മൾ എന്താ ആഭ്യന്തരം പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പ് എന്താ കൊടുക്കാത്തത്? അതൊരു ചോദ്യമല്ലേ? നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എന്താ മുഖ്യമന്ത്രിയാവാത്തത്? ഇതൊരു ചോദ്യമല്ലേ? അത് ചോദ്യമല്ലേ ഇത്? ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പുരോഗമനം പറയുന്ന ആൾക്കാരാണ് ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാത്തത്? KK ശൈലജ എന്ന് പറയുന്ന സ്ത്രീക്ക് എന്ത് കുറവായിരുന്നു ഉള്ളത്? അവരെന്തുകൊണ്ടാക്കിയില്ല? പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്. സ്ത്രീകൾക്കും മുഖ്യമന്ത്രി ആയിക്കൂടെ കേരളത്തിൽ? ഇപ്പം 2025 ഇതുവരെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ത്രീയായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. എന്താ വരാത്തെ? അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ വരണ്ടേ? എന്താ വരാത്തെ? ഇതൊരു ചോദ്യമല്ലേ? ദിവസം പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി ഇവിടെ MP ആയിട്ട് പോയി. അതിനുശേഷം ഒരു മന്ത്രി വന്നു.
അത് ഏത് വിഭാഗത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് ആ വകുപ്പ് ഏൽപ്പിച്ചത്. നാട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള പല വകുപ്പുകളും ഉണ്ട്. ഇപ്പം PWD അല്ലെങ്കിൽ ആഭ്യന്തരം അതുപോലുള്ള പല വകുപ്പുകളും ഉണ്ട്. ഇതുപോലുള്ള വകുപ്പുകൾ എന്താ ഇവരൊക്കെ ഏൽപ്പിക്കാത്തത്? ഇതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമല്ലേ വരുന്നത്. ഇനിയിപ്പം കുറേ ആൾക്കാർ വന്നിട്ട് വകുപ്പിനകത്ത് കുറേ ഡയലോഗ് അടിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആളുകൾക്ക് വരണം, ഇത്തരത്തിൽ ജനാധിപത്യമായ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ നിയമം അനുസരിച്ച് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവർ മാത്രമായിരിക്കും ആ വകുപ്പിൽ ലഭിക്കുകയെന്നും മന്ത്രി പറഞ്ഞു. നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരു എഴുതാത്തൊരു നിയമം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. 2016 മുതൽ പ്രധാനമന്ത്രി മോദിയോട് എനിക്ക് ആദിവാസി വകുപ്പ് തരണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു ശാപമാണ് ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ഒരാൾ ആകില്ലെന്ന്. എൻ്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാകണം. ട്രൈബൽ മന്ത്രിയാകാൻ ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതിയുടെ ഉന്നമനത്തിലുള്ള മന്ത്രിയാക്കണം. ആ അഭിപ്രായത്തിൽ എന്താ കുഴപ്പം? ഇതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഭാഷയാണ്. സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഭാഷയാണ് എടുത്തത്. ഉന്നത കുലജാതൻ എന്നൊക്കെ പറയുന്നത്. പിന്നോക്ക വകുപ്പ് എന്നുള്ള രീതിയിൽ അത് നമ്മുടെ ഗവൺമെൻറ്റും പറയുന്നില്ലേ, മുന്നോക്ക വകുപ്പ്, പിന്നോക്ക വകുപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ പട്ടികജാതി വകുപ്പ്, അങ്ങനെ ആ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പേരെടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. അല്ലാതെ മുന്നോക്ക കുലജാതൻ എന്നൊക്കെ പറയുന്നതിനകത്ത് ഇവിടെ പ്രശ്നം. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇന്നലെ തൊട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി നമ്മുടെ നാട്ടിൽ ഇന്നലെ തൊട്ട് ഇവിടെ മീഡിയക്കാരും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്നത് കേട്ടത്തോണ്ട് നമ്മുടെ നാട്ടിൽ ജാതിയേ ഇല്ല എന്നൊക്കെ തോന്നിപ്പോകുന്നൊരവസ്ഥ എനിക്ക്. അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ പാലക്കാട്ട് ഇലക്ഷൻ നടന്നു. ഇവിടുത്തെ നമ്മളിപ്പോൾ വലിയ ഡയലോഗ് അടിക്കുന്ന LDFിൻ്റെയും UDFിൻ്റെയും അല്ലെങ്കിൽ BJPയുടെയും എല്ലാ ആൾക്കാരും നോക്കുക. വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോകുന്നുണ്ട്, സുകുമാരൻ നായരെ കാണാൻ പോകുന്നു, AP അബൂബക്കർ മുസ്ലിയാറില്ലേ, ഒരു മുസ്ലിയാരുണ്ടല്ലോ, പുള്ളിക്കാരനെ കാണാൻ പോകുന്നു. പള്ളികളിൽ, പ്രധാനപ്പെട്ട ചില പള്ളികളിൽ, ഈ പാലക്കാട് വോട്ട് ബാങ്കുള്ള പള്ളികളിൽ പോകുന്നു. എന്തിനാണ് അവിടെ പോകുന്നത്? ഈഴവ വോട്ട് നോക്കിയിട്ടല്ലേ വെള്ളാപ്പള്ളിയെ കാണാൻ പോകുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി പാലക്കാടും ഇലക്ഷനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അല്ലെങ്കിൽ സുകുമാരൻ നായർ വോട്ട് നോക്കിയിട്ടല്ലേ കാണാൻ പോകുന്നത്? ആണല്ലോ. ഇപ്പം ഓരോ മണ്ഡലങ്ങൾ നോക്കുക. ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരാൻ നേരത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ലാറ്റിൻ വിഭാഗം ഉണ്ടല്ലോ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കത്ത്, അവരെ കാണാൻ പ്രത്യേകം നോക്കുന്നുണ്ടല്ലോ. അവിടുത്തെ വോട്ട് ബാങ്കാണ്. അവരുടെ വോട്ട് കിട്ടുന്നവർ ജയിക്കും തിരുവനന്തപുരത്ത്. അതുകൊണ്ട് ആ വോട്ട് ചോദിക്കാൻ പോകുന്നില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട് ഇവർക്ക്. ഇപ്പം ജാതി എന്ന് പറയാൻ നേരത്തും വിഭാഗങ്ങൾ എന്നൊക്കെ പഴയ ജാതി, ഇപ്പം നമ്മളിപ്പോൾ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും ഇവർ തമ്മിൽ പരസ്പരം പ്രശ്നങ്ങളുള്ള പല വിഭാഗങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഈ പല വിഭാഗങ്ങളെ കാണാറുണ്ട്. സമസ്തയെ കാണാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ AP വിഭാഗത്തെ കാണാറുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനകത്ത് തന്നെ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മറ്റേ ജാതി എന്നൊക്കെ പറഞ്ഞതിൻ്റെ മറ്റൊരു വേർഷൻ, ഒരു മോഡേൺ വേർഷനാണ് ഈ വിഭാഗം എന്ന് ഞാൻ പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് ജാതിയായിരുന്നു നായർ, നമ്പൂതിരി, ബ്രാഹ്മണൻ അല്ലെങ്കിൽ പുലയൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പല കാറ്റഗറിയിൽ ജാതി തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ ഇത് പോളിഷ് ചെയ്തിട്ട് ഇവർ തന്നെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ ഒരു 10-20 സഭകളുണ്ട്. ഈ ഓരോ സഭകളിൽ തമ്മിൽ പല പ്രശ്നങ്ങളാണ്. ഈ അടുത്ത സമയത്ത് പള്ളിയിലൊക്കെ വലിയ ബഹളം നടക്കുന്നുണ്ട്. ഈ വോട്ടുമായി ബന്ധപ്പെട്ട് പിന്നോക്ക സഭകളുണ്ട്, മുന്നോക്ക സഭകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്കും മുസ്ലിംസിൻ്റെ ഇടയ്ക്കും പിന്നോക്ക വിഭാഗമുണ്ട്, മുന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള വിഭാഗങ്ങൾ അവർക്കിടയിലുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അവർ തന്നെ മതവിഭാഗത്തിൽപ്പെടുന്നവരല്ല എന്നുള്ള രീതിയിൽ തള്ളിക്കളയുന്ന രീതിയിലുള്ള അടിയും ബഹളമൊക്കെ നടക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ ജാതി എന്ന് പറയുന്നത് സത്യം ഒരു കാര്യമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ വിമർശിക്കുന്ന പല ആൾക്കാരും പല മണ്ഡലങ്ങളിലും ആളെ നിർത്തുന്നത് ഇലക്ഷൻ ജാതി നോക്കിയിട്ട് തന്നെയല്ലേ നിർത്തുന്നത്? അല്ലെന്ന് ആരാ പറഞ്ഞത്? ഏത് മണ്ഡലങ്ങളാണ് ജാതിയും മതവും നോക്കാതെ ഇവിടെ ആളെ നിർത്തുന്നത്? പാർട്ടിക്കാർ. എന്നിട്ട് SNDP വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോകുന്ന ഈഴവ വോട്ടിന് വേണ്ടിയല്ലേ? അല്ലെങ്കിൽ സുകുമാരൻ നായരെ കാണാൻ പോകുന്ന നായന്മാരുടെ വോട്ടിന് വേണ്ടിയല്ലേ? സമസ്തയുടെ നേതാവിനെ പോയി കാണുന്നത് സമസ്ത വിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടിയല്ലേ? AP വിഭാഗത്തിനെ കാണാൻ പോകുന്നത്, അബൂബക്കർ മുസ്ലിയാറെ കാണാൻ പോകുന്നത് എന്തിനാണ്? AP വിഭാഗത്തിൻ്റെ വോട്ടിന് വേണ്ടിയല്ലേ? അല്ലാതെ പാലക്കാട് ഇലക്ഷനിൽ ഇവർ എല്ലായിടത്തും കിടക്കുന്നത് ഇവർക്ക് എന്ത് കാര്യം? ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ പോയി നിൽക്കുന്നതാണല്ലോ ഇവരുടെയൊക്കെ മുമ്പിൽ. ഇത് ചുമ്മാ ആളെ പറ്റിക്കുന്ന കുറേ കലാപരിപാടി. ഇവിടെ പറച്ചിൽ കേട്ടതൊന്നും ജാതിയേ ഇല്ലെന്ന് പറയുന്നു. ജാതി ഉണ്ട്, ഇവിടെ ജാതി ഉണ്ടല്ലോ. ജാതി കൃത്യമായി ഉപയോഗിക്കുന്നതാണല്ലോ. ഇവിടുത്തെ ഇലക്ഷൻ സമയത്ത് തന്നെ നോക്കിയാൽ മതി. ജാതി സമവാക്യമൊക്കെ വെച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൽ പെടുന്ന ആൾക്കാർ കാലാകാലങ്ങളായിട്ട് LDFന് വോട്ട് ചെയ്യുന്നവർ, ഈ സമുദായത്തിൽ പെടുന്ന ആൾക്കാർ കാലാകാലങ്ങളായിട്ട് UDFന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈ സമുദായത്തെ മൂത്താം സമുദായമോ അല്ലെ പാലക്കാട് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്ന ആരെ ഇവിടെ മീഡിയക്കാരാണ്. ഇപ്പോൾ ഇവരൊക്കെ പറച്ചിൽ കേട്ടാൽ തോന്നി ഇവിടെ ജാതിയില്ല മതമില്ലെന്നൊക്കെ തോന്നും. ഇനി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യമുണ്ട്. സുരേഷ് ഗോപിയുടെ ഡയലോഗിനോടൊക്കെ എനിക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തേക്കാം. SGയെ പറ്റി, അതായത് സുരേഷ് ഗോപിയാണ് ഉദ്ദേശിക്കുന്നത്. SGയെ പറ്റി വിമർശനങ്ങളുണ്ടാവും, ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിനോടൊപ്പം 3 പതിറ്റാണ്ടുകളായി അടുത്ത് ബന്ധമുള്ള ആളെന്ന നിലയിൽ
സന്തത സഹചാരിയായി കൂടെ നടന്നയാളെന്ന നിലയിലും പറയട്ടെ. അദ്ദേഹം മെക്കാലവും ആദിവാസി സമൂഹത്തോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ്. അത് രാജ്യസഭ എം പി ആയതു മത്രയോ അതിനും എത്രയോ മുമ്പാണ്. സ്വന്തം കയ്യിലെ ലക്ഷക്കണക്കിന് പണം മുടക്കി മൂന്നാർ, ഇടമലക്കുടിയിൽ, അട്ടപ്പാടിയിലും അതിരപ്പള്ളി മേഖലയിലുമടക്കം ആദിവാസി മേഖലയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ നിരവധിയാണ്. ഇടമലക്കുടിയിൽ ആദിവാസി ഊരുകളിൽ കുടിവെള്ളം എത്തിക്കാൻ അദ്ദേഹം ചെലവഴിച്ച ഏതാണ്ട് 15 ലക്ഷം രൂപയാണ്. ഞാൻ വഴിയാണ് പൈപ്പുകളും അനുബന്ധ സാമഗ്രികളും പാലയിൽ നിന്നും കൊടുത്തയച്ചത്. അതുപോലെ യാത്രാ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ രോഗികളായ ആദിവാസികളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള പല്ലക്കടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. ഇപ്പോൾ പല്ലക്കെന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും പല്ലക്കോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ആദിവാസി മേഖലയിലുള്ള ആൾക്കാരെ ചുവന്നുകൊണ്ട് പോകുന്ന വാർത്തയൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കൈ ഫോണല്ലേ ഇരിക്കുന്നത്, ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. സമ്മതമൊക്കെ കൊടുക്കും. ആദിവാസി ഊരുകളിൽ ദത്തെടുത്ത് അവിടെ ജീവിത സൗകര്യങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയത്. ഇതിൽ ഭൂരിപക്ഷം ക്ഷേമപ്രവർത്തനങ്ങളും സുരേഷ് ഗോപി തൻ്റെ സ്വന്തം പണം ചെലവഴിച്ചാണ് ചെയ്തത്. ഇടമലക്കുടിയിൽ 8-10 കിലോമീറ്ററുകൾ കൊടും വനത്തിലൂടെ ആനത്താരയിലൂടെ യാത്ര ചെയ്ത് ഊരുകളിൽ സന്ദർശിച്ച് അവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും പങ്കുകൊണ്ട് പല അവസരങ്ങളിലും ഞാനും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു. അതിരപ്പള്ളിയിലെ ആദിവാസികൾക്ക് ചാലക്കുടി പുഴ കടന്ന് വനത്തിലൂടെ ഊരുകളിലേക്ക് പോകാനായി ഫൈബർ വള്ളങ്ങൾ വാങ്ങി നൽകി. അത് കൊടുക്കുന്ന വേളയിൽ സിനിമാ താരം ടിനി ടോമും സന്നിഹിതനായിരുന്നു. അട്ടപ്പാടിയിൽ 2013 ലക്ഷ്മി സുമേഷ് ഗോപി ട്രസ്റ്റ് വഴി 8 ടോയ്ലറ്റുകൾ പണിതു നൽകി. 2014 സ്വച്ഛ ഭാരത് വരുന്നതിന് മുമ്പായിരുന്നു അക്കാര്യം നടപ്പിലാക്കിയിരുന്നത്. ഇടമലാർ പദ്ധതി പ്രദേശത്ത് പൊങ്ങിൻ ചുവട് ആദിവാസി ഊരിൽ 35 ടോയ്ലറ്റുകൾ സ്വന്തം പണം ഉപയോഗിച്ച് പണി കഴിപ്പിച്ചത്. അതിൽ 2-3 എണ്ണം ആനകൾ തകർത്തു. ആദിവാസികൾ അന്ന് ആദ്യമായിരുന്നു ടോയ്ലറ്റുകൾ കാണുന്നത് പോലും. വയനാട് പിൻകാലത്ത് ഗവൺമെൻറ് ആശുപത്രികൾ സ്ഥാപിക്കുന്നതിന് മുമ്പേ അരിവാൾ രോഗം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിങ്ങുകൾക്കായി 10 ലക്ഷം രൂപ സുരേഷ് ഗോപി നൽകി. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കുറിപ്പാണ്. ഒരു ബിജു എന്ന് പറയുന്ന ഒരാൾ, ബിജു എന്നാണെന്ന് തോന്നുന്നു ആ പുള്ളിയുടെ വ്യക്തി പേര്, നോക്കട്ടെ, ബിജു എന്ന് പറയുന്ന ഒരാൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ആ പോസ്റ്റ് കയറി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന കാര്യത്തെ ഞാൻ തള്ളിപ്പറയുന്നു, അത് തെറ്റാണ്. പക്ഷേ ഈ ഒരു പേരിൽ ഇവിടെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇലക്ഷൻ വരുമ്പോൾ ഇവിടെ ജാതി നോക്കി സ്ഥാനാർത്ഥിയെ നോക്കി, ജാതി നോക്കി മതം നോക്കി സ്ഥാനാർത്ഥിയെ നിർത്തി, അല്ലെങ്കിൽ മീഡിയക്കാർ മുഴുവൻ ജാതി പറഞ്ഞ് ഇവിടെ വോട്ട് ഏത് ഭാഗത്തേക്ക് പോകും എന്നൊക്കെ പറയുന്ന നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ സുരേഷ് ഗോപിയെ ജാതി പറഞ്ഞു അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. സുരേഷ് ഗോപിയുടെ സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും ഒരു പൊളിറ്റീഷ്യന് പറ്റിയ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ചൂടെ പോളിഷ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ തഴക്കവും വഴക്കവും എന്ന ആൾക്കാരൊന്നും ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയത്തില്ല. അതിൻ്റെ പേരിൽ സുരേഷ് ഗോപി വേട്ടേണ്ട കാര്യമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. ആ വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മധുവിൻ്റെ കേസ് നടന്ന കേരളത്തിലാണ്. ഒരു വിശപ്പ് ആയി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ ഈ ഡയലോഗ് അടിക്കുന്നല്ലോ, അട്ടപ്പാടി മധു കേസ് പ്രതി CPM ബ്രാഞ്ച് സെക്രട്ടറി വിവാദമായപ്പോൾ പുതിയ സെക്രട്ടറി തെരഞ്ഞെടുത്ത് തലയൂരി. 2018 അട്ടപ്പാടി മധു എന്ന് പറയുന്നൊരു ആദിവാസി യുവാവ് ഈ ഇന്ത്യ മുഴുവൻ വലിയ രീതിയിൽ കുലുങ്ങിയൊരു വാർത്തയാണ്. ഒരു പാവം പിടിച്ച മനുഷ്യൻ വിശപ്പിൻ്റെ പേരിലൊക്കെ കെട്ടിയിട്ട് മർദ്ദിച്ചു പോകുന്ന കേസ്. ആ കേസിലെ പ്രതിയെ CPM ഇവിടെ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോഴും ആദിവാസി ഊരുകളിൽ അവരുടെ ജീവിതം നല്ല രീതിയിലാണോ പോകുന്നത്? എത്രയോ ഫണ്ട് വരുന്നുണ്ട്, കൃത്യമായ രീതിയിൽ ഇവരിലേക്ക് ഫണ്ട് എത്തുന്നുണ്ടോ? ഇല്ല. ഇത് മാറേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെ സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുള്ളൂ. അതിൽ വിനായകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, വിനായകനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തിരുന്ന് ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. കുടുംബത്തെയൊക്കെ പിടിച്ച് ഇമാതിരി ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. അവരെയൊക്കെ മുണ്ടൊക്കെ കാണിക്കുന്ന വിനായകനൊക്കെ വന്ന് ഇമാതിരി ഡയലോഗ് അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം. അതൊരു പേജ് കാണുന്ന ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.